ഹലോ ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു പുതിയ ഗെയിമായിട്ടാണ്, മൈൻക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റിൽ സൈൻ ഇൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒറ്റയ്ക്ക് ചെയ്തതാണ്. പക്ഷേ ഞാൻ പൈസ കൊടുത്തിട്ടാണ് മൈൻക്രാഫ്റ്റ് കയറ്റി ചെയ്തത്. 29 രൂപ. പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ 1.21 അപ്ഡേറ്റ് വന്നപ്പോൾ അത് 29 രൂപയായി. ഞാൻ കയറ്റി. സുഖമില്ലേ? പിന്നെ എനിക്ക് നല്ലൊരു സീഡുണ്ട്. നല്ലൊരു സീഡുണ്ട്. ആ സീഡ് തന്നെ നിങ്ങളും അടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സീഡ് തന്നെ അടിച്ചിട്ട് എൻ്റെ ഒപ്പം കളിക്കാൻ നോക്ക്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റിയ എൻ്റെ അടുത്ത് വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് സംസാരിക്കുക, അങ്ങോട്ട് പറയാം. അപ്പോൾ ഞാൻ വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ബൈ അറിയേണ്ട ആവശ്യമില്ല. വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ വേൾഡിനെയും സുധിനെ പോലെ ലെറ്റ്സ് പ്ലേ വേൾഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വേൾഡിൻ്റെ സീഡ് ഇതാണ്. എല്ലാവരും നോക്കി വെച്ചടിച്ചു. നല്ല സൂപ്പർ സീഡാണ്. പിന്നെ ഇതാ ചീറ്റ്സ് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ഒന്നും ഓണല്ല. അതൊക്കെ ഓണാക്കണമെങ്കിൽ ഇത് ഓണാക്കണം, അതും ഓണല്ല. പിന്നെ ഇതൊന്നും ഓണല്ല. പിന്നെ മോബ് സ്പോണിങ് ഓണ്, മോബ് അതൊക്കെ അറിയാലോ. അല്ലാതെ ചീറ്റ്സ് ഒന്നും മോബ് സ്പോൺ ചെയ്യാതിരിക്കാൻ അങ്ങനെ ഒന്നും ഓണാക്കിയിട്ടില്ല. പിന്നെ കീപ്പ് ഇൻവെൻട്രി അങ്ങനെ ഒന്നും ഓണാക്കിയിട്ടില്ല. പ്യുവർ മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും മൈൻക്രാഫ്റ്റ് എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഗെയിമാണ്. കളിച്ചു നോക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ കളിച്ചു നോക്കാനും പറ്റി. ഞാൻ ഈ സീഡ് അടിച്ചിട്ട് ഒന്ന് ക്രിയേറ്റീവിൽ നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഇതിൽ. ഇപ്പോൾ ഇതിൽ ഞാൻ കളിക്കുകയാണ്. ഇതെങ്ങനെയൊക്കെയും ജനിക്കുക, ഇങ്ങോട്ട് നോക്കിയിട്ടേക്കും ജനിക്കുക. അപ്പോൾ നമ്മൾ ജനിക്കണ എങ്ങോട്ട് നോക്കിയിട്ട് വെച്ചാൽ അങ്ങോട്ട് ഇങ്ങനെ നേരെ പോവുക. അത് അങ്ങനെ പോകുമ്പോൾ ഒരു സാധനം കാണും. റാബിറ്റ് അല്ല, ഇതാ വില്ലേജ്. നല്ല ബ്ലാക്ക് സ്മിത്തൊക്കെ ഉള്ള വില്ലേജ്, സൂപ്പർ വില്ലേജാണ്. അപ്പോൾ നമുക്ക് ഈ മരം മുറിച്ചിട്ട് തന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഞാൻ പക്ഷെ കേൾക്കും പിന്നെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ മരം മുറിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ മരം മുറിക്കാൻ വന്നത്. അപ്പോൾ മരം മുറിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ മരം മുറിച്ചിട്ടു. അയ്യോ, താഴെ വീണു. അത് മരമല്ലായിരുന്നു അല്ലേ, സോറി. ഇങ്ങനെയല്ലേ മരം മുറിക്കുക. ഓക്കെ. ഓ, ന്യൂ അച്ചീവ്മെൻ്റ് അല്ലേ കിട്ടിയത്? എനിക്കൊന്നും അറിയില്ലേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൂടെ കളിക്കാൻ. ഇതിൽ എത്ര പേര് മൈൻക്രാഫ്റ്റ് കളിക്കുന്നവരുണ്ട്? കമൻറ്റ് ബിലോ. അത് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് മലയാളത്തിൽ പറയാം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരൊക്കെ പൈസ കൊടുത്ത് കയറ്റിയിട്ട് കളിക്കണമെന്നും പറയാം. അത്ര തന്നെ പറഞ്ഞാൽ മതി. പിന്നെ എന്തെങ്കിലും ഇമോജിയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അയക്കുക. പിന്നെ അത്രയൊക്കെ മതി. എന്തായാലും ഒരു ലൈക്ക് ടാർഗറ്റ് വയ്ക്കാം. എത്രയെന്നറിയോ? 500. 100 എങ്കിലും എനിക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ വേണ്ട 10 എങ്കിലും ഒന്ന് കിട്ടട്ടെ. എങ്ങനെയെങ്കിലും 10 കിട്ടണം. എങ്ങനെയെങ്കിലും ഒന്ന് 10 ഒപ്പിക്കണം. ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കണം അല്ലേ? എനിക്കറിയാം, ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ഉണ്ടാക്കണം. അതിന് അതവിടെ ഉണ്ട്. ഉണ്ടാക്കാൻ പറ്റുള്ള ക്രാഫ്റ്റിംഗ് ടേബിളിൽ തൊട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ള ഇതമർത്തണം തോന്നുന്നു. നോക്കി നോക്കാം. ഇനി ക്രാഫ്റ്റിംഗ് ടേബിള് ഉണ്ടാക്കി. ഇനി സ്റ്റിക്ക്
സ്റ്റിക്ക് ഞാൻ വെറുതെ കണ്ടതാ. അപ്പൊ വേണമെന്നൊന്നും എനിക്കറിയില്ല. അവിടെ വേറൊരു വില്ലേജ് ഉണ്ട്, നീന്തിപ്പോയി നോക്കാം. ഓടിക്കോ, ഡൈവ് ചെയ്ത് അങ്ങോട്ട് ചാടണം. പിന്നെ ഇതെന്താന്നറിയില്ല, മൈൻക്രാഫ്റ്റിലെ കൺട്രോൾ ബട്ടൺസ് ഒക്കെ എങ്ങനെയാണ്. ഓടിച്ചാടിക്കോ. ഓക്കെ. ഓ 2 വില്ലേജ് മോനെ. അവിടെ ഒരു വില്ലേജ്, ചെറിയ ബ്ലോസം, മല, 2 വില്ലേജ്. സൂപ്പർ സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ സൈഡ്, നല്ല ഇഷ്ടപ്പെട്ടു. അയ്യോ, ലാവ നടൂല് ലാവൊക്കെ. ഞാൻ ഇപ്പൊ വീണേ ജസ്റ്റിനാണ്. നല്ല വില്ലേജാണ് ഏകദേശം. ഇവിടെ റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. റീസ്പോൺ പോയിന്റ് തന്നെയല്ലേ പറയാം. ഫുഡ് അടിച്ച് മാറ്റാം. ഫുഡ് പകരം വെച്ചിട്ടുണ്ട്. ഫുഡ് പകരം ഒരു സാധനം മതി. ഹൈ ഫുഡ് ഒന്ന് ഈ വാലടച്ചിട്ട് വീടെടുക്കൊന്നും വേണ്ട. നമുക്ക് ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. സ്റ്റീക്ക് മാത്രം മതി. ഇനി സോഡ്, ആക്സ്, പിക്കാക്സ്, ഷവല് കഴിഞ്ഞു. അപ്പോഴത്തേന് എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു. ഓക്കേ, ഇപ്പം സെറ്റായി. ഇങ്ങനെയല്ല ഉണ്ടാക്കുക, അങ്ങനെ തന്നെ അതൊന്നും എനിക്കറിയില്ല. പിന്നെന്താ, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ ഇരിക്കാം. അവിടെ ഇരിക്കട്ടെ. ആ വില്ലേജറിന് ഞാൻ കടം കൊടുത്തത്. വില്ലേജർ എനിക്ക് കൊട്ടിയിട്ട് എനിക്ക് കടം കൊടുക്കുന്നതാണ്. എന്നാലും ഞാൻ എടുക്കുകയാണ്. ഇതെന്താണ് ഹങ്കർ ബാറൊന്നും കൂടാത്ത? എന്താണ് ഫുഡ് കഴിച്ചിട്ട് കയറുന്നില്ല? അതാ ഫുഡ് കഴിച്ചിട്ട് കയറില്ല. ബ്രെഡ് കഴിച്ചപ്പോൾ കയറുന്നുണ്ട്. പൊട്ടേറ്റോ കഴിക്കുന്നുണ്ട്, പക്ഷെ കയറില്ല. ഷീപ്സൊക്കെ ഉണ്ട്. ഷീപ്പ് എന്നല്ലേ എന്നെ പറയാ? ഹോർസ്. ഒരൊറ്റ അടിക്കുന്നത് പോലെ. ചിക്കൻ. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് 2 കോഴി മതി. ബ്രെഡ് ഇവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആക്കി തിന്നാം. എന്താ വില്ലേജറേ? പിന്നെ നമുക്ക് ഇവിടുന്ന് എടുത്ത് ഒരൊറ്റ ചാട്ടം കൊണ്ട് ചാടിയിട്ട് പോവാം. ഇങ്ങനെ പോവാല്ലേ? അയ്യോ, ഓക്കെ. ഇതിൽ കൂടെ ഇങ്ങനെ കുറച്ച് പൊന്തിട്ട്, അയ്യോ, ശ്വാസം എടുക്കാൻ പൊന്തല്ല, ഇങ്ങനെ പൊന്തുക. എന്നിട്ട് ഇങ്ങനെ ശ്വാസം എടുത്തോണ്ട് ഇങ്ങനെ പോവുക. ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ അതാകുമ്പോൾ ശ്വാസം മുട്ടില്ല, ശ്വാസം കയറും. ഓക്കെ, നമ്മുടെ വില്ലേജിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു വീടുണ്ടാക്കണം അല്ലേ? ഈ വില്ലേജ് മാത്രം എന്തോ ഒരു പ്രത്യേകത. അതാ വില്ലേജർ എങ്ങനെ മുകളിലെത്തി? ഈ വില്ലേജിന് മാത്രം ഒരു പ്രത്യേകത. ഇതെന്താ, ലാവല്ലേ? അതോ വേറെ എന്തെങ്കിലോ? അറിയില്ല. ചെസ്റ്റ് എങ്ങനെ? ഇതെന്താ സാധനം? ഹൈ ടേബിള്, ഫുഡ്, ചിക്കൻ ഇവിടെ വെച്ച് കഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോ, അടിയിൽ പോയാ? ടേബിളിൻ്റെ അടിയിൽ വീണേ. തുടച്ചിട്ട് തിന്നെ അതേ വഴിയുള്ളൂ. അയ്യോ, പിന്നെയും പോയി. സാരില്ല, നമുക്ക് ബ്രെഡ് കഴിക്കുക. അയ്യോ, പിന്നെ ചിക്കൻ കഴിക്കാൻ പറ്റില്ല. ഹായ്, ആപ്പിള്, ഫുഡ്. ഇതും എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇതെന്താ സാധനം? ന്യൂ റെസിപ്പി അൺലോക്ക്ഡ്. എന്താ സാധനം? എൻ്റെ പേര് അയൺ ഇൻഗട്ട്. ഇതോ, അയ്യോ, എൻ്റെ പേര് ഒബ്സീഡിയൻ. എന്ത് സാധനം എന്നാവോ? അയൺ ഇൻഗട്ട്. എന്താ? അയൺ സ്വാഡ്. അവിടെ ഇരിക്കട്ടത്. അയൺ ഹെലിമറ്റ്.
എലിമറ്റ് എലിമറ്റ് എടുത്തില്ലേ? എലിമറ്റ് ഗൈസ്, എലിൻ്റെ മറ്റേത് കിട്ടി. എലിമറ്റേത് എലിമറ്റേത് എൻ്റെ പൊന്നോ ബില്ല്. നല്ല സൗണ്ട്. നമുക്ക് എവിടെ വീട് കേട്ടാ? ഇത് ഈ തടിമാട്. ഹൂ ഇസ് യു? ചെവി കേൾക്കൂലേ? ഹൂ ഇസ് യു? എനിക്കെന്താ ചെവി കേട്ട പ്രശ്നം? കേൾക്കൂല. എന്നാ പോവാ. ഹായ് വില്ലേജ്. പൂച്ച. ചിക്കൻ സാൻഡ്വിച്ച് വൈറ്റ്. ഇതെന്താ ഹങ്കർ. ചിക്കൻ ഫുഡിൻ്റെ ചിഹ്നം കാണിച്ചിട്ട് ഹങ്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്താ? എന്തൊക്കെയോ കുറേ സാധനമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം. മൈൻക്രാഫ്റ്റ് ഇത്ര ഹാർഡ് ഗെയിമായിരുന്നു. എൻ്റെ പൊന്ന, നമുക്ക് കളിയിൽ വീടുണ്ടാക്കണം. വേണ്ട, ഈ ഒരു വീഡിയോ ഫസ്റ്റത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയതുകൊണ്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ. ഓക്കെ, അതിന് നമുക്കൊരു കുഞ്ഞു വീടുണ്ടാക്കണം. എന്നിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അവിടെ ആ വില്ലേജറിൻ്റെ വീട് പൊട്ടിച്ച് മാറ്റിയിട്ട് അവിടെ ഒരു വീടുണ്ടാക്കാം. എന്നിട്ട് സ്റ്റെപ്പൊക്കെ വയ്ക്കണം, എന്നാലല്ലേ ഇറങ്ങാനും കയറാനൊക്കെ പറ്റുള്ളൂ. ഇതെവിടെ ഒരു വീട് കെട്ടാം. അതോ ഇവിടെ കെട്ടണോ? ഇവിടെ കെട്ടാല്ലേ? ഓക്കെ, 2 ഡോറുള്ള വീടാണ്. വേഗം കെട്ടണം. രാത്രിയാവുന്നുണ്ട്. വേഗം വെട്ടണം. രാത്രിയാവുന്നുണ്ട്. രാത്രിയാവുന്നതിൻ്റെ മുമ്പ് വീടൊക്കെ കെട്ടണം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മളെ കൊല്ലും. പ്രശ്നമാണ്. ഈ ബ്ലോക്ക് നല്ല ബ്ലോക്ക് ആവുന്നു. അയ്യോ, രാത്രിയായ ഈ വില്ലേജറിൻ്റെ ഹൗസിന് ബെഡിൽ കയറി കിടക്കാം. അങ്ങനെ ഒരു ദിവസം അങ്ങോട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, ബെഡിൽ കിടന്ന് ഉറങ്ങിയിട്ട്. അതാ എൻ്റെ ബ്ലോക്ക്. ഇനി ഇതവിടെ വീട് കെട്ടാം. ഇതിങ്ങനെ കെട്ടാല്ലേ? അയ്യോ, ഇവിടെ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വീട്, അങ്ങനെ ഒരു വീട്. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ. ഓക്കെ, നമ്മളുടെ വീട് സെറ്റ്. ഒരു ബെഡ് വേണ്ടേ? ബെഡ് ഓക്കെ, ബെഡ്. ഇതെടുത്തിട്ട് ഇവിടെ വയ്ക്കുക. എന്നിട്ട് ബെഡിന് കൊണ്ടുപോയിട്ട് ഇവിടെ വയ്ക്കുക. 2 ഡോറ് വയ്ക്കുക. ഇവിടെ ഒരു ഡോറ് വയ്ക്കുക. അപ്പോൾ 2 സൈഡിൽ കൂടിയും കയറാൻ പറ്റും. എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്? എന്നിട്ട് ഇവിടെയും ബ്ലോക്ക് വയ്ക്കുക. ഡോറുണ്ടല്ലേ ഈ ഗെയിമിൽ? ഡോറുണ്ടല്ലേ? അപ്പോൾ ഡോറ് ഇവിടെ വയ്ക്കാം. എൻ്റെ പൊന്നോ, ഞാൻ പ്രോ പ്ലെയർ. എന്താ പ്രോ പ്ലെയറായി? ഇതാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയൊരു കുഞ്ഞു വീട്. എങ്ങനെയുണ്ട് എൻ്റെ വീട്? കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
താങ്ക് യു ഫോർ വാച്ചിങ്. ഈ സീഡ് അടിച്ച് എല്ലാവരും എൻ്റെ കൂടെ കളിക്കാൻ നോക്കുക അടുത്ത എപ്പിസോഡ് മുതൽ. ഓക്കെ, ബൈ.